ഈ കാണുന്ന സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നെന്ന് തോന്നും അല്ലേ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ, നമ്മളിപ്പോഴും ബഹ്റൈനിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ വീണ്ടും ഒരു ഡ്രൈവിലാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രീ ഓഫ് ലൈഫ് കാണുന്നതിനാണ് പോകുന്നത്. ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്തെന്ന് ഉന്ത്രണ്ടാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകൾ കൂടി കാണിക്കാം എന്ന് കരുതിയാണ് ഡ്രൈവിൻ്റെ വീഡിയോസ് എടുക്കുന്നത്. നല്ല മനോഹരമായ വീടുകളും വില്ലകളും അതുപോലെ തന്നെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ബൊഗൈൻ വില്ലയും ഒക്കെ ഈ പറയുന്ന മരുഭൂമിയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നവരെല്ലാവരും ഭയങ്കര കലാകാരന്മാർ തന്നെയാണ്. അവർ അത്ര മനോഹരമായിട്ട് അതിനെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പച്ചപ്പൊക്കെ ഈ മരുഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് പറ്റിയത് അല്ലേ? നമ്മുടെ നാട്ടിൽ ഇത്ര നല്ല ക്ലൈമറ്റ് ഉണ്ടായിട്ട് പോലും പലയിടങ്ങളിലും ഒരു പൂച്ചെടി പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ, ബഹ്റൈനിൽ കുറേ എണ്ണപ്പാടങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പാടങ്ങളല്ല കേട്ടോ, വഴിയിലൊന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. ഒരു ട്രാവൽ സിക്നസ് ഇടയ്ക്കിടയ്ക്കുള്ളതാണ് ആശ്മക്ക്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ട്രാവൽ സിക്നസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ കാണുന്നതാണ് നമ്മൾ ഈ പറയുന്ന എണ്ണപ്പാടങ്ങൾ. അതിനിടയിൽ കൂടെ കണ്ടോ പൈപ്പുകളൊക്കെ, ഓയിൽ അവരവിടെ ഓയിൽ കിണറുകളുണ്ട്, അതിൽ നിന്ന് എടുത്ത് പൈപ്പ് ലൈൻ വഴിയാണ് അവർ ടാങ്കറുകളിലേക്ക് സംഭരിക്കുന്നത്. നല്ല കാറ്റാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ തന്നെ, ഒരു പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും മരുഭൂമിയിലാണെങ്കിലും നല്ല കാറ്റാണ്. അപ്പോൾ ഇത് ഫുള്ള് ഏകദേശം ഒരു മരുഭൂമിയുടെ സ്ഥലമാണ്, കംപ്ലീറ്റ് മരുഭൂമിയാണ്. അതിന് ഒത്ത നടുക്ക് ഒരു ട്രീ. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലൊരു ഗ്രീനറി കാണുന്നില്ലേ, ഒരു ട്രീ കാണുന്നില്ലേ, അതാണ് കേട്ടോ ആ ട്രീ. അതാണ് നമ്മുടെ ട്രീ ഓഫ് ലൈഫ്. ഈ ട്രീ 400 വർഷം പഴക്കമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അതും ഈ മരുഭൂമിയുടെ നടുക്ക്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ വന്നപ്പം ഇതിനാരും വെള്ളമൊഴിക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങാനും സെക്യൂരിറ്റി ഒഴിക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു ട്രീക്ക് വേണ്ടി ഒരു സെക്യൂരിറ്റി അവരവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഗവൺമെൻറ് ഇവക കാര്യങ്ങളിൽ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. നമ്മുടെ നാട്ടിലൊരു ട്രീക്ക് കാവൽ നിൽക്കാൻ ഒരു സെക്യൂരിറ്റിയെ നിർത്തുമോ എന്തോ. അപ്പം നമ്മളവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ട്രീ ഓഫ് ലൈഫ് വിസിറ്റേഴ്സ് ഏരിയ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നടന്ന് സ്റ്റെപ്പ് കയറി കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ട്രീയുടെ അടുത്ത് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മളിതാ അങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ട്രീ ഓഫ് ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. നല്ല പൂഴിമണ്ണാണ് കേട്ടോ. നല്ല മണ്ണിൽ കൂടി നടന്ന് അത്യാവശ്യം റഫായിട്ട് തന്നെ നടന്ന് വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകാൻ. അതൊരൊറ്റ ട്രീ ആണ്. ഇത്രയും കാണുന്ന പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതെല്ലാം ആ ഒരു സിംഗിൾ ട്രീ ആണ് കേട്ടോ. നിറച്ച് പച്ചപ്പായിട്ട് തന്നെ ഇങ്ങനെ ഒരു കുറച്ച് ഏരിയ കവർ ചെയ്താണ് ആ ഒരു ട്രീ നിൽക്കുന്നത്. അത് മുഴുവൻ അതിൻ്റെ ബ്രാഞ്ചസ് ആണ് കേട്ടോ. ഒരു സിംഗിൾ തടിയിൽ നിന്നുണ്ടായിരിക്കുന്ന ബ്രാഞ്ചസ് ആണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ നമ്മൾ നടന്ന് അതിനടുത്തേക്ക് എത്തുകയാണ്. ലാസ്റ്റ് ഇയർ വന്നപ്പം നല്ല രസമായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ട്രീയുടെ അടുത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. കുറച്ച് കൊറിയൻസ് അവിടെയുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു എന്തോ ആചാരം പോലെ എല്ലാവരും ഓരോ ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് ചെന്ന് ട്രീയുടെ ചുറ്റും ഒരു പ്രദക്ഷിണം വച്ച് ട്രീയുടെ ചുറ്റും ഒഴിക്കുക. അതാണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് കണ്ടില്ലേ, ഈ ഒരു ബ്രാഞ്ചിൽ നേരത്തെ ആരോ വന്നിരുന്ന് കയറിയതിൻ്റെ ഭാഗമായിട്ട് ബ്രാഞ്ച് ഒന്ന് ഒടിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വേലി കെട്ടി ചുറ്റും വച്ചിരിക്കുകയാണ്. ആർക്കും അതിനടുത്തേക്ക് പോകാൻ പെർമിഷനില്ല. ഇനി അഥവാ പോകണമെങ്കിലോ ഇതുപോലെ നമ്മളൊരു ബോട്ടിൽ വെള്ളവും കൊണ്ട് പോയിട്ട് അതിന് ചുറ്റും നടന്ന് പ്രദക്ഷിണം വെച്ച് ചുറ്റും വെള്ളം ഒഴിച്ച് തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, അമ്പലങ്ങളിലൊക്കെ പ്രദക്ഷിണം വയ്ക്കാൻ പോകുന്ന പോലെ പോയി ചെന്ന് നടന്ന് തിരിച്ചു വരുന്ന ഒരു സീനാണ് അവിടെ കൊറിയൻസ് ചെയ്യുന്നത്. അതാ കണ്ടില്ലേ, ഒരു ചേട്ടൻ ചുറ്റും നടന്ന് മരത്തിലും വേരിലുമൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് വരികയാണ്. ഇങ്ങനെ ഇവർ ഓരോരുത്തരും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
അത് അവരെന്തോ ഒരു വിശ്വാസമാണെന്ന് കരുതി ചെയ്യുന്നതാണോ എന്താണെന്ന് അറിയില്ല. എനിവേ നമ്മൾ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ നമ്മൾ മരത്തിന് അടുത്ത് വരെ ചെന്ന് മരത്തിൽ തൊട്ട് നിന്ന് നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ വന്നപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പിൽ ദൂരെ നിന്ന് ആ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംഫേർട്ട് ആസ്വദിക്കേണ്ടി വന്നപ്പോൾ നമുക്ക് വിഷമം തോന്നി. ട്രീ ഓഫ് ലൈഫിലേക്ക് രണ്ടാമതും വരാൻ കാരണം തന്നെ അതിനടുത്ത് ചെന്നിരിക്കുമ്പോൾ നിറയെ കിളിക്കൂടുകളാണ് അതിന് മുകളിൽ കേട്ടോ. ആ കിളിക്കൂടുകളിൽ നിന്ന് വരുന്ന കിളികളുടെ സൗണ്ടും ആഷ്മോൾ കിളിക്കൂട് കണ്ടുപിടിച്ചു. ഇതാ ബ്രാഞ്ചിൽ നിറച്ച് കിളിക്കൂടുകളാണ്. അപ്പോൾ ഈ നിറച്ച് കിളികളുണ്ട്. നല്ല കാറ്റാണ് ആ ഏരിയയിൽ. ആ ഒരു മരം കൊണ്ട് തന്നെ ആ പ്രദേശത്ത് മുഴുവൻ നല്ല രീതിയിൽ കാറ്റുണ്ടാവുന്നുണ്ട്. അതും നല്ല സുഖമുള്ള തണുത്ത കാറ്റ്. അതുപോലെ തന്നെ കിളികളുടെ ഒരു കളകളാരവം. ഇതെല്ലാം കൂടി നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. കണ്ടതാണ് കേട്ടോ നമ്മുടെ സെക്യൂരിറ്റി. അപ്പോൾ ബ്രാഞ്ച് ഒടിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചത്. അടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമം തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളമൊഴിച്ച് ഇതൊന്നും ചെയ്യാൻ വെള്ളം ഒഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതൊരു റിച്വൽ പോലെ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നുകൊണ്ട് തന്നെ അകത്തേക്കൊന്നും കയറിയ തന്നെയില്ല. നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് കുറച്ച് നേരം ഇങ്ങനെ ആ കെട്ടിയിരിക്കുന്നിടത്ത് നിന്ന് നമ്മളൊന്ന് ഇതായി. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ലാസ്റ്റ് ഇയർ വന്നപ്പോൾ കിട്ടിയ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പ്രതീക്ഷിച്ചാണ് രണ്ടാമതും ഈ വർഷം വന്നത്. അത് കിട്ടാത്തതിലൊരു നേരിയ നിരാശ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അവിടെ അതിനകത്ത് ചെന്നാൽ മാത്രമേ അത്രയും ഒരു സുഖം കിട്ടുകയുള്ളൂ. ഇവിടെയും കാറ്റൊക്കെ ഉണ്ടെന്നാലും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതൊക്കെ കണ്ടോ, ഈ എണ്ണ ശേഖരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഡോങ്കി വെൽ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് നമുക്ക് കാണാം. ഇങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന പോലെ ഒരു എൻജിൻ വഴി എണ്ണ കോരിയെടുത്ത് പൈപ്പ് ലൈനിൽ കൂടി വിടുകയാണ്. നമ്മൾ അടുത്ത് നേരെ പോകുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ്. ആ ബിൽഡിങ്ങിൽ എന്താണ് വിശേഷമെന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സിഗ്നൽ നോക്കി നിന്നു. എത്തിയിട്ടുണ്ട്. എംബ്ലം കണ്ടല്ലോ. ഇത് പെട്രോഫാക്കിൻ്റെ ഓഫീസാണ്. പെട്രോഫാക്കിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മളതുകൊണ്ട് ലാസ്റ്റ് ഇയറും വന്നപ്പം ഓഫീസിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് പോയിരുന്നു. നല്ല രസമാണ് അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതല്ലാതെ നമുക്കിഷ്ടപ്പെടുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതേ മാക്ഡൊണാൾഡ് ഉണ്ട്. മാക്ഡൊണാൾഡാണ് ഞങ്ങളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഐസ്ക്രീം ഡെസ്റ്റിനേഷൻ. അപ്പോൾ മാക്ഡൊണാൾഡിൽ നിന്ന് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് പൈസ തന്നാണ്. ഇതൊരു ബീഡിയാണ് കേട്ടോ. അപ്പം നേരെ മക്ഡൊണാൾഡിലേക്ക് ഞാനും ആഷ്മോളും പോയി. ഹസ്ബൻഡ് നേരെ ഓഫീസിലേക്കും പോയി. അപ്പം ഞങ്ങളങ്ങനെ നേരെ മക്ഡൊണാൾഡിലേക്ക് കയറുകയാണ്. അവിടെ ചെന്ന് ഓരോ ഐസ്ക്രീം എന്നല്ല, ഐസ് കോണാണ് കേട്ടോ. പക്ഷെ ഒരു വല്ലാത്ത ടേസ്റ്റാണ് അതിന്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐസ് കോണിൻ്റെ പോലെയല്ല, വായിലിട്ടാൽ അലുത്ത് പോകുന്ന അത്ര ഭയങ്കര ഒരു ടേസ്റ്റുള്ള എന്നാൽ വില വളരെ കുറവായിട്ടുള്ള ഒരു ഐസ് കോണാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഈ ഐറ്റം. അതുകൊണ്ടാണ് നമ്മൾ എവിടെ മാക്ഡൊണാൾഡ് കണ്ടാലും അവിടെ കയറി ഒരു ഐസ് കോൺ കഴിക്കുക എന്നുള്ളൊരു പരിപാടി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുതിയ ഹാപ്പി മീലിലുള്ള ടോയ്സ് പോക്കിമോനാണെന്ന് കണ്ടു. ലാസ്റ്റ് വീക്ക് ഞങ്ങളൊരു ഹാപ്പി മീൽ വാങ്ങിയതേ ഉള്ളൂ കേട്ടോ. പക്ഷേ പോക്കിമോൻ്റെ ടോയ് കണ്ടപ്പോൾ ആശുമക്ക് വീണ്ടും ഒരു ടെൻഡൻസി വന്നു. അത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഏതായാലും നമ്മുടെ ഐസ്കോൺ വന്നിട്ടുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അച്ചോട് ചോദിച്ചിട്ട് വാങ്ങാം എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. നല്ല രസമല്ലേ ഐസ്കോൺ കാണാനായിട്ട്. അപ്പോൾ നല്ല വെയിലത്തേക്കാണ് ഐസ്കോണും കൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്ന്. ഐസ്കോൺ മെൽറ്റാവാൻ തുടങ്ങി. അപ്പോൾ ഓഫീസിനടുത്ത് വരെ ഞങ്ങൾ നടന്നില്ല, പതിയെ നടന്നൊരു തണലുള്ള ഭാഗത്ത് വന്ന് നിന്നു. തുള്ളിയായിട്ട് ആഷ്മോളുടെ കയ്യിൽ നിന്ന് ഐസ്കോൺ വീഴുന്നുണ്ട്. ആഷ്മോക്കാണെങ്കിൽ അത്ര സ്പീഡിൽ നക്കി അങ്ങ് എടുക്കാൻ പറ്റുന്നില്ല. അവൾക്ക് അത്രയ്ക്കങ്ങ് അത് അറിയില്ല. പതിയെ കുഞ്ഞല്ലേ, അപ്പോൾ ചെറുതായിട്ട് നക്കി എടുക്കുമ്പോഴേക്കും ഇത് ഒരുപാട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് അലുത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഐസ്കോൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലിക്ക് ചെയ്ത് എടുത്ത് നന്നായിട്ടൊന്ന് ആ ഒഴുകുന്ന പോർഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർത്തെടുത്തിട്ട് അത് അവൾക്ക് എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് അവളുടെ വാങ്ങും. അത് കഴിഞ്ഞ് അത് ഞാൻ ഒന്ന് ശരിയാക്കുമ്പോഴത്തേക്കും അവൾ വീണ്ടും മറ്റതിൽ കുറച്ച് കഴിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെയും ഇത് തിരിച്ചവൾക്ക് കൊടുക്കും. ഇങ്ങനെ ഞാൻ അവളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താണ് ഈ 2 ഐസ്കോണും ഓൾമോസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. കുറേ കഴിച്ച് കഴിഞ്ഞതാ ഇങ്ങനെ
ചിരിച്ച് കഴിക്കാനേ അവൾക്ക് പറ്റുന്നുള്ളൂ. നമ്മളാവുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ താഴെ പോവാതെ നമ്മൾ കുറച്ച് കൂടുതൽ വേഗത്തിൽ ലിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് വീണ്ടും ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു. ഇങ്ങനെയാണ് ഞങ്ങൾ അന്നത്. വെയിലായിരുന്നു പ്രശ്നം. പക്ഷേ ഇതും കൊണ്ട് നടന്ന് ഓഫീസ് വരെ എത്തിയാൽ നമുക്ക് വെയിൽ മാറും, AC-യിൽ കയറാം. പക്ഷേ ഓഫീസ് വരെ എത്താൻ കാണുന്നതാണ് ഓഫീസ്. അവിടെ വരെ എത്തുന്നതിന് മുമ്പ് ഐസ്കോൺ തീരും മെൽറ്റായി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മരത്തണലിൽ ഇരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അതിനിടയ്ക്ക് വന്ന് രാജേഷ് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു ഇങ്ങനെ ഐസ്കോൺ ആയതുകൊണ്ടാണെന്ന്. പിന്നെ ഒരുമാതിരി അത് നമ്മുടെ ആ ഒരു ഇതിനകത്തേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. നല്ലൊരു ഏരിയയാണ്, നല്ല ഭംഗിയാണ് അവരവിടെ ചെയ്തിരിക്കുന്നതെല്ലാം. അവിടെ അത്യാവശ്യം ഒരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നില്ല. ഓഫീസിലാരും തന്നെ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് 1-2 വർക്കേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും കാര്യമായി വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് ഫൗണ്ടൻ അവർ ഓണാക്കിയിട്ടില്ല. ചെറിയ ചെറിയ ഓഫീസുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറച്ച് ഇത് മാത്രമുള്ള ഒരു ഏരിയയാണിത്. അപ്പം എന്താ രാജേഷ് ഇറങ്ങി വന്ന് പിന്നെ ഞങ്ങളെ വിളിച്ചു. അപ്പം ഞങ്ങൾ ഇനി കയറണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൈയൊക്കെ ഐസ്ക്രീം പറ്റിയിട്ട് നമുക്ക് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അകത്ത് കയറി കൈയൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ്. അതുപോലെ ഡ്രോപ്സൊക്കെ വീണിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിലും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. ഇതായി കാണുന്നതാണ് ഫൗണ്ടൻ. നല്ല മനോഹരമാണ്. അത് വർക്ക് ചെയ്യുമ്പോൾ കാണാൻ 4 വശത്തേക്കും നന്നായിട്ട് വെള്ളം പോകുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം മരങ്ങളും പുൽത്തകിടിയും അതുപോലെ തന്നെ നല്ല മനോഹരമായതും എല്ലാം വെച്ചിട്ട് വീണ്ടും ആഷുമോളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഹാപ്പി മീൽ വാങ്ങാൻ സെയിം മക്ഡൊണാൾഡിൽ കയറി ഹാപ്പി മീൽ വാങ്ങി. അത് പ്രത്യേകം ടോയ് ഫോർ ഗേൾ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ടോയ് ഫോർ ഗേൾ കൊടുത്ത് അങ്ങനെ നമ്മൾ ഹാപ്പി മീൽ വാങ്ങി ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന്. അപ്പം ബില്ലൊക്കെ കൊടുത്ത് തന്നെത്താൻ വാങ്ങട്ടെ എന്ന് കരുതി ഞാൻ ആഷുമോളെ ബില്ല് കൊടുത്ത് കൗണ്ടറിലേക്ക് വിട്ടു. നമ്മൾ മറ്റേ മെഷീനിൽ പേ ചെയ്തിട്ട് അങ്ങടേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക്